എന്റെ വീടിനടുത്ത് ഒരു പുസ്തക കടയുണ്ട്. ഈ വീട്ടിൽ ഒരു ബാത്റൂം ഉണ്ടോ? വിദ്യാലയത്തിന്റെ അടുത്ത് ഒരു ബാങ്ക് ഉണ്ട്. സ്കൂളിൽ ഏതെങ്കിലും അധ്യാപകർ ഉണ്ടോ? അതുപോലെ തന്നെ ഈ വീട്ടിൽ 5 മുറികളുണ്ട് എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ അനവധി തവണ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇത് എങ്ങനെ വളരെ സിമ്പിൾ ആയി നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്കറിയാത്തത് അല്ലേ. എന്നാൽ വളരെ സിമ്പിൾ ആയി നമുക്ക് ഇത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റിയാലോ? നോക്കി നോക്കാം അല്ലെ. എന്റെ വീടിനടുത്ത് ഒരു പുസ്തക കടയുണ്ട്. There is a bookstore near my house. എന്താണ്? There is a bookstore near my house. എന്റെ വീടിനടുത്ത് ഒരു പുസ്തക കടയുണ്ട്. ഈ വീട്ടിൽ ഒരു ബാത്റൂം ഉണ്ടോ? Is there a bathroom in this house? എന്താണ്? Is there a bathroom in this house? വിദ്യാലയത്തിന്റെ അടുത്ത് ഒരു ബാങ്ക് ഉണ്ട്. There is a bank next to അടുത്ത് the school. There is a bank next to the school. സ്കൂളിൽ ഏതെങ്കിലും അധ്യാപകർ ഉണ്ടോ? Are there any teachers in this school? Are there any teachers in the school? ഈ വീട്ടിൽ 5 മുറികൾ ഉണ്ട്. There are 5 rooms in this house. There are 5 rooms in this house. ഈ വീട്ടിൽ 3 മുറികളുണ്ട്. There are 3 rooms in this house. ഈ വീട്ടിൽ 6 മുറികളുണ്ട്. There are 6 rooms in this house. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നുകൂടെ നോക്കി നോക്കാം അല്ലേ. എന്റെ വീടിനടുത്ത് ഒരു പുസ്തക കടയുണ്ട്. There is a bookstore near my house. ഈ വീട്ടിൽ ഒരു ബാത്റൂം ഉണ്ടോ? Is there a bathroom in this house? വിദ്യാലയത്തിന്റെ അടുത്ത് ഒരു ബാങ്ക് ഉണ്ട്. There is a bank next to the school. സ്കൂളിൽ ഏതെങ്കിലും അധ്യാപകർ ഉണ്ടോ? Are there any teachers in the school? ഈ വീട്ടിൽ 5 മുറികളുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അതുകൊണ്ട് ഇനിയും നമുക്കൊരു 4-5 എക്സാംസ് നോക്കി നോക്കാം അല്ലെ. ഡൽഹി വളരെ പഴയതും മനോഹരവുമായ ഒരു നഗരമാണ്. ഡൽഹിയിൽ പല റെസ്റ്റോറന്റുകൾ ഉണ്ട്. റിംഗ് റോഡിൽ ഒരു വലിയ പാർക്കുണ്ട്. നിങ്ങൾക്ക് പാർക്കിൽ ഓടാനും നടക്കാനും കഴിയും. ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാണ്. ഇന്ത്യക്കാർ ഹിന്ദി സംസാരിക്കുന്നു എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ. ഇത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റിയാലോ? നോക്കി നോക്കാം അല്ലേ. ഡൽഹി വളരെ പഴയതും മനോഹരവുമായ ഒരു നഗരമാണ്. ഡൽഹി ഈസ് എ വെരി ഓൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റി. എന്താണ്? ഡൽഹി ഈസ് എ വെരി ഓൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റി. ഡൽഹിയിൽ പല റെസ്റ്റോറന്റുകൾ ഉണ്ട്. There are many great restaurants in Delhi. ഡൽഹിയിൽ പല റെസ്റ്റോറന്റുകൾ ഉണ്ട്. There are many great restaurants in Delhi. റിംഗ് റോഡിൽ ഒരു വലിയ പാർക്ക് ഉണ്ട്. There is a big park on the ring road. എന്താണ്? There is a big park on the ring road. നിങ്ങൾക്ക് പാർക്കിൽ ഓടാനും നടക്കാനും കഴിയും. എന്താണ്? You can run and walk in this park. എന്താണ്? You can run and walk in this park. ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാണ്. ഇന്ത്യക്കാർ ഹിന്ദി സംസാരിക്കുന്നു. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സ്പീക്സ് ഹിന്ദി. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സ്പീക്സ് ഹിന്ദി. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ?
അപ്പോൾ നമുക്ക് പലപ്പോഴൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് നടക്കില്ല, ഞാൻ ഒരുപാടൊക്കെ ശ്രമിച്ചു നോക്കി, ഇനി ഞാൻ എങ്ങനെ സംസാരിക്കാനാ, എനിക്ക് ഇനി റെപ്യൂട്ടഡ് കമ്പനിയിലൊക്കെ ജോബ് കിട്ടണമെങ്കിൽ അത്യാവശ്യത്തിന് ഇംഗ്ലീഷ് പഠിക്കണമല്ലോ, ഞാൻ പണ്ട് മുതലേ പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു, ഇപ്പൊ ഒരുപാട് വൈകിപ്പോയി, ഞാൻ എത്രയൊക്കെ പഠിച്ചിട്ടും എനിക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നില്ല, എന്താ ചെയ്യുക, വളരെയധികം ബുദ്ധിമുട്ടായല്ലോ, എനിക്ക് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ എത്തിപ്പെടണമെങ്കിൽ അത്യാവശ്യത്തിന് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയണമല്ലോ എന്നതൊക്കെ ആയിരിക്കും നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ആകാംക്ഷ അല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്. നമുക്കൊക്കെ അനായാസമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നേ, വളരെ സിമ്പിളായി സാധിക്കും. ഒന്ന് നോക്കി നോക്കാം അല്ലേ. ഡൽഹി വളരെ പഴയതും മനോഹരവുമായ നഗരമാണ്. Delhi is a very old and beautiful city. ഡൽഹിയിൽ പല റെസ്റ്റോറന്റുകളുണ്ട്. There are many great restaurants in Delhi. റിംഗ് റോഡിൽ ഒരു വലിയ പാർക്കുണ്ട്. There is a big park on the ring road. നിങ്ങൾക്ക് പാർക്കിൽ ഓടാനും നടക്കാനും കഴിയും. You can run and walk in this park. ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാണ്. എന്താണ്? ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാണ്. ഇന്ത്യക്കാർ ഹിന്ദി സംസാരിക്കുന്നു. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യൻസ് സ്പീക്സ് ഹിന്ദി. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? അപ്പൊ നമുക്കൊരു 4-5 എക്സാമ്പിൾസ് നോക്കി നോക്കാം അല്ലേ. മുംബൈ വലിയൊരു തിരക്കേറിയ നഗരമാണ്. മുംബൈയിൽ പല കടൽ തീരങ്ങളുണ്ട്. എന്താണ്? മുംബൈയിൽ പല കടൽ തീരങ്ങളുണ്ട്. മുംബൈയിൽ പ്രമുഖ സിദ്ധി വിനായക ക്ഷേത്രമുണ്ട്. ഗേറ്റ് ഓഫ് ഇന്ത്യ മുംബൈയിൽ ആണ്. അതുപോലെ മറൈൻ ഡ്രൈവിൽ നിരവധി നല്ല റെസ്റ്റോറന്റുകൾ ഉണ്ട്. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് കണ്ടെത്താൻ നോക്കിയാലോ. നോക്കിയോ അല്ലേ. മുംബൈ വലിയൊരു തിരക്കേറിയ നഗരമാണ്. മുംബൈ ഈസ് എ ബിഗ് ആൻഡ് ബിസി സിറ്റി. എന്താണ്? മുംബൈ ഈസ് എ ബിഗ് ആൻഡ് ബിസി സിറ്റി. മുംബൈയിൽ പല കടൽ തീരങ്ങളുണ്ട്. There are many famous beaches in Mumbai. എന്താണ്? മുംബൈയിൽ പല കടൽ തീരങ്ങളുണ്ട്. There are many famous beaches in Mumbai. മുംബൈയിൽ പ്രമുഖ സിദ്ധി വിനായക ക്ഷേത്രമുണ്ട്. എന്താണ്? മുംബൈയിൽ പ്രമുഖ സിദ്ധി വിനായക ക്ഷേത്രമുണ്ട്. There is a famous സിദ്ധി വിനായക temple in Mumbai. എന്താണ്? There is a famous സിദ്ധി വിനായക temple in Mumbai. Gate of India മുംബൈയിൽ ആണ്. Gateway of India is in Mumbai. എന്താണ്? Gateway of India is in Mumbai. മറൈൻ ഡ്രൈവിൽ നിരവധി നല്ല റെസ്റ്റോറന്റുകൾ ഉണ്ട്. There are many great restaurants on Marine Drive. എന്താണ്? There are many great restaurants on Marine Drive. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നുകൂടെ നോക്കാം അല്ലേ. മുംബൈ ഈസ് എ ബിഗ് ആൻഡ് ബിസി സിറ്റി. മുംബൈ വലിയൊരു തിരക്കേറിയ നഗരമാണ്. There are many famous beaches in Mumbai. മുംബൈയിൽ പല കടൽ തീരങ്ങളുണ്ട്. There is a famous സിദ്ധി വിനായക temple in Mumbai. മുംബൈയിൽ പ്രമുഖ സിദ്ധി വിനായക ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് ഓഫ് ഇന്ത്യ മുംബൈയിൽ ആണ്. എന്താണ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഈസ് ഇൻ മുംബൈ. എന്താണ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഈസ് ഇൻ മുംബൈ. There are many great restaurants on Marine Drive. മറൈൻ ഡ്രൈവിൽ നിരവധി നല്ല റെസ്റ്റോറന്റുകൾ ഉണ്ട്. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.